MLA, അതുപോലെ HM, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, വാർഡ് കൗൺസിലർ, നമ്മുടെ മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആവശ്യപ്രകാരം നമ്മുടെ കുട്ടികളുടെ ഒരുപാട് നാളത്തെ മഴ കൊണ്ടും വെയിൽ കൊണ്ടും നിന്ന് ബസ് കയറി പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു നമ്മുടെ സ്കൂളിന്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിന് നല്ല രീതിയിൽ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിൽ ഭംഗിയായി 30ഓളം വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനും മറ്റ് സൗകര്യങ്ങളിലൂടെ നിൽക്കാനും വലിയൊരു വെയിറ്റിംഗ് ഷെഡാണ് നമുക്ക് സമ്മാനിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ കവാടത്തിൽ തന്നെ ഇത് വർക്ക് ഏറ്റെടുത്ത അക്ബർ ട്രാവൽസിന്റെ ബെൻസി ഗ്രൂപ്പ് നാസർക്ക സ്ഥലം സന്ദർശിക്കുകയും വളരെ ഭംഗിയാവുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണോ അതെല്ലാം ചെയ്ത് ഇനിയും പൂർത്തീകരിച്ച് തരാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സന്തോഷ നിമിഷത്തിൽ മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി PTA പ്രസിഡന്റ് എന്ന നിലയിൽ കമ്മിറ്റിക്ക് വേണ്ടി സന്തോഷം അറിയിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷത സ്ഥാനത്തേക്ക് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വാർഡ് മെമ്പറെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി പ്രിയപ്പെട്ട MLA സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ വാർഡ് കൗൺസിലർ, വേദിയിലുള്ള പ്രിൻസിപ്പൽ, ടീച്ചർ, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, PTA ഭാരവാഹികൾ, പ്രിയപ്പെട്ട ടീച്ചർമാർ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥിനികൾ, ഒരു ദിവസം ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് വന്ന അവസരത്തിലാണ്, നല്ല മഴക്കാലമാണെന്ന്, നല്ല മഴ പെയ്യുന്ന ഒരവസരമാണ്. ആ അവസരത്തിൽ കുട്ടികൾ മഴ കൊണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇതിൻ്റെ ആവശ്യം എനിക്ക് ബോധ്യപ്പെട്ടതും എൻ്റെ മുമ്പിലുണ്ടെത്തിയത്. നമുക്കറിയാം, ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ആകുമ്പോഴും കുട്ടികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ട ഒരു അവസരമാണ് ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാറഞ്ചേരിയിൽ മാത്രമല്ല പൊന്നാനി അസംബ്ലി മണ്ഡലത്തിനകത്ത് വിദ്യാഭ്യാസ സ്ഥാപനം. 2500-ലധികം 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് അതിനു മുമ്പിൽ കുട്ടികൾക്ക് നിൽക്കാനുള്ള വെയിറ്റിംഗ് ഷെഡ് പോലുമില്ല എന്ന് പറയുന്നത് അതൊരു അപമാനകരമാണ് എന്ന് നമുക്കറിയാം. അതിന് പരിഹാരമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡിൻ്റെ പണിയുടെ പൂർത്തീകരണം കഴിഞ്ഞ് ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത്. ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ വെയിറ്റിംഗ് ഷെഡാണിത്. നമുക്കുള്ളത് ഈ കുട്ടികൾക്ക് ഏകദേശം വരുന്ന 10-35-38 കുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യപ്രദമാവുന്ന രൂപത്തിലേക്കുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ്, നിൽക്കാനുള്ള സൗകര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ഒരു മനോഹാരിത വർദ്ധിപ്പിക്കത്തക്ക രൂപത്തിലേക്കുള്ളൊരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. സാധാരണ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു സാധാരണ 4-5 പില്ലർ കൊടുത്തുകൊണ്ട് അതിനകത്തൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കും. ഇതിന് വ്യത്യസ്തമായി അതിമനോഹരമായ രൂപത്തിലേക്കാണ് ഇതിന് രൂപകൽപ്പന ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനിയും കുറച്ച് മിനുക്കുപണികൾ കൂടി ഇവിടെ നടത്താനുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് 2-3 ദിവസത്തിനകം അതിൻ്റെ മിനുക്കുപണിയുടെ പൂർത്തീകരണം നടക്കും. പൂർണ്ണമായും MLA ഫണ്ട് കൊണ്ട് മാത്രം ഇത് ഇത്രയും മനോഹരമായ രൂപത്തിലേക്കുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല നമുക്കറിയാം. MLA ഫണ്ടിന് പുറമെ ഇതിനാവശ്യമായ രൂപത്തിലേക്കുള്ള സഹായം ഇതിൻ്റെ കോൺട്രാക്ടറായി എടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട നാസർ ബോസ് അതിനാവശ്യമായ സഹായം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ളത്. മാറഞ്ചേരി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ പ്രയാസപ്പെട്ട ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല. ആ കുട്ടികൾക്ക് ആവശ്യമായി പഠിക്കാനുള്ള ക്ലാസ്സുകൾക്ക് കിട്ടാനുള്ള ബിൽഡിങ്സ് കിട്ടാനുള്ള സൗകര്യമില്ല. ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വളരെ പിന്നോക്കം നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനം തുടരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് സൗകര്യപ്രദമാവുന്ന തോതിലേക്ക് ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ PTA മുൻകൈ എടുത്തുകൊണ്ട് ഒരു ശ്രമം നടത്തുകയും
വിദേശത്തു നിന്ന് ദേശീയമായിട്ടുള്ള കുറച്ച് ഫണ്ട് ശേഖരിച്ചും അതിന് പുറമെ ഫണ്ട് തികയാതെ വന്നപ്പോൾ MLA ഫണ്ട് എന്ന നിലയ്ക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 1 കോടി ഞാൻ അനുവദിച്ചു. അതിൻ്റെ വിഷമതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറയുന്നില്ല. അത് അനുവദിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷമത കേരളത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൊടുത്തത്. ഇപ്പോഴാണ് അതിൻ്റെ പൈസ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതുവരെ പാസ്സാക്കി കൊടുക്കാൻ പ്രയാസപ്പെട്ടു. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ MLAക്ക് സാധാരണഗതിയിൽ അനുവദനീയമല്ല MLA ഫണ്ടിനകത്ത്. പക്ഷേ ഇവിടുത്തെ പ്രയാസം കണ്ട് അത് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അനുവദിക്കുകയും ഗവൺമെൻറ്റിന് ഒരു സ്പെഷ്യൽ ഓർഡർ തന്നെ വാങ്ങിച്ചുകൊണ്ടാണ് അവിടെ ഈ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാങ്കേതികത്വം, കാരണം മുമ്പൊരു കീഴ്വഴക്കമില്ലാത്തത് കൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ദൈവം പ്രസാദിച്ചാലും പൂജാരി പ്രസാദിക്കില്ല എന്ന് ചൊല്ലുണ്ട്. അതുപോലെ മന്ത്രി ഒപ്പിട്ട് കടലാസിൻ്റെ മുകളിൽ തന്നെ അടിയിൽ 100 കൊറി എഴുതി ഓരോ ദിവസം മടക്കി 9 തവണ അവരുമായിട്ടുള്ള ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം മിനിഞ്ഞാന്നാണ് അതിൻ്റെ ഫണ്ട് അനുഭവിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. എന്തായാലും അങ്ങനെ നമുക്ക് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അത് കൂട്ടായ ശ്രമത്തിൽ കൂടി നമുക്ക് അവിടെ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ രീതിയിൽ നടത്താൻ നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ വീട്ടിലേക്കും കഴിയണം, ഇവിടുത്തെ മറ്റ് അധ്യാപകർക്കും കഴിയണം, എല്ലാവർക്കും കഴിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഒരു സൗകര്യമാണ്. ആ സ്ഥലം ഒത്തു തന്നിട്ടുള്ള ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം വിഷമം എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. കാരണം അത്രയും വിഷമമായിരുന്നു. കാരണം അതിന് ഞാൻ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം പ്രസാദിച്ചാലും പൂജാരി പ്രസാദിക്കില്ല എന്ന രൂപത്തിലേക്കുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഈ ചുവപ്പ് നാടയുടെ വൃത്തികെട്ട രൂപത്തിലേക്കുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് അത് വൈകിയതെന്ന് പരസ്യമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് ആണ് ഇത്ര വൈകാനുള്ള കാരണമുണ്ടായിട്ടുള്ളത്. നമുക്ക് വളരെ വൈകാതെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. മാറഞ്ചേരിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിലേക്കുള്ള കെട്ടിടം അവിടെ ഉയർന്നു വരാനുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും ഇതിൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും പറയുന്നു. MLA നന്ദകുമാർ സർ, പ്രിയപ്പെട്ട ഈ നാട്ടുകാർ, പൊതുപ്രവർത്തകർ, മെമ്പർമാർ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, HM, PTA പ്രസിഡന്റ്, എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഈ മനോഹരമായ ഈ ഒരു നിമിഷം നമ്മുടെ സ്കൂളിൻ്റെ വെയിറ്റിംഗ് ഷെഡ്, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയൊക്കെ നിൽക്കാനായിട്ട് നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കാൻ സാധിച്ചു. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും നാട്ടുകാർക്കൊക്കെ പ്രയോജനകരമായ ഈ ഒരു ഫണ്ട് വിനിയോഗം വളരെ ഏറ്റവും നല്ല ഒരു നിമിഷമാണ്. ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ച ഈ ഒരു സമയത്ത്, വളരെ തിരക്കുള്ള ഈ ഒരു സമയത്തും ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MLAക്ക് സ്കൂളിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നാട്ടുകാർ, പൊതുപ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും സ്നേഹാദരോടെ നന്ദി അറിയിക്കുന്നു.